ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. ജൂലൈ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ഫലങ്ങളെല്ലാം തന്നെ സാന്ദർഭികങ്ങളായ ഫലങ്ങളാണ്, പൊതുവായ ഫലങ്ങൾ കൂടിയാണ്. ഈ ഫലങ്ങൾ പൊതുവായ നക്ഷത്രങ്ങൾക്ക് അനുകൂല പ്രതികൂല അവസ്ഥകളെ നൽകുമെങ്കിൽ തന്നെയും ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ അനുസരിച്ചുള്ള ഫലങ്ങൾ അല്പമൊക്കെ വ്യത്യസ്തമാവാം. ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നത് കർമ്മഫലങ്ങളും ഈശ്വരാധീനവും കൂടിയാണ് എന്നുകൂടെ ബോധ്യപ്പെടേണ്ടതുണ്ട്. എങ്കിലും പൊതുവായ ഫലങ്ങളെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യം മേടക്കൂറ്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ഒന്നാം പാദവും ചേർന്ന് നിൽക്കുന്നത് മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൽ ശുക്രനും, 3-ൽ ആദിത്യനും, ബുധനും, വ്യാഴവും, 5-ൽ കുജനും, കേതുവും, 11-ൽ രാഹുവും, 12-ൽ ശനിയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക്. മേടക്കൂറുകാർക്ക് പൊതുവെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ മനസ്സിന് ഏറെക്കുറെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്പമൊക്കെ തന്നെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ കാലഘട്ടം തൊഴിൽ സംബന്ധമായ അല്പങ്ങളായ വിഷമങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കാനും, പ്രമോഷനോ അല്ലെങ്കിൽ വിദേശ സംബന്ധമായ കാര്യങ്ങളോ നോക്കുന്നവർക്ക് അല്പമൊക്കെ തന്നെ പ്രതികൂല അവസ്ഥകൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇത്. മേടക്കൂറുകാർ അല്പമൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്പമൊന്ന് വൈകാൻ, ചെറിയ പ്രതിബന്ധങ്ങൾ, ഹിൻഡ്രൻസുകളെല്ലാം തന്നെ പല കാര്യങ്ങളിലും ഉണ്ടാവാൻ കരണീയമായ സമയമാണ്. ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവരവരുടെ കുലദേവത, പരദേവത ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ദർശനം ചെയ്ത് ദേവിയുടെ ആനുകൂല്യം നേടുകയെങ്കിൽ ഈ പറഞ്ഞ ദുരിതങ്ങളിൽ നിന്ന് ഏറെക്കുറെ മാറ്റമുണ്ടാവും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് ഈ സമയം. ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ വിശേഷേണ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ കഴിക്കുക. ദേവീ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹത്തിനായി ചുറ്റുവിളക്ക് വയ്ക്കുന്നതൊക്കെ വളരെ വിശേഷമാണ് ഈ സമയത്ത്. ദേവീ പ്രീതി വളരെയേറെ നേടിയെടുക്കേണ്ട സമയമാണ്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വ്രതമൊക്കെ എടുക്കുന്നതും ഇവർക്ക് വളരെയേറെ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സമയമാണ് മേടക്കൂറുകാർ. അടുത്തത് ഇടവക്കൂറ്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2-ൽ ആദിത്യ, ബുധ, വ്യാഴൻ തുടങ്ങിയ ഗ്രഹങ്ങളും, 4-ൽ കുജനും കേതുവും, 10-ൽ രാഹുവും, 11-ൽ ശനിയും, 12-ൽ ശുക്രനും നിൽക്കുന്ന ഒരു കാലഘട്ടം അത്രേ ഇത്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചൊക്കെ ഒരല്പമൊക്കെ ആനുകൂല്യം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ ജൂലൈ മാസം. തൊഴിൽ രംഗത്ത് ഏറെക്കുറെ നല്ല അഭിവൃദ്ധിയൊക്കെ തന്നെ ഉണ്ടാകുമെങ്കിൽ തന്നെയും വ്യാപാര മേഖലകളിൽ നിൽക്കുന്നവർക്ക്, ബിസിനസ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. കുടുംബപരമായും നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനും, ഉന്നത സ്ഥാനീയരുമായുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ ശക്തമാക്കി തീർക്കാനും ഒക്കെ സാധിക്കും. വിദേശ കാര്യങ്ങളിലൊക്കെ നോക്കുന്നവർക്ക് അനുകൂലങ്ങളായ ചില അനുഭവങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. എങ്കിലും കുടുംബപരമായി വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇത്. ചില സ്വസ്ഥത കുറവുകളും ബന്ധങ്ങളിലൊക്കെ തന്നെ ചില പാളിച്ചകൾ ഒക്കെ തന്നെ വന്നു ചേരാനും ഈ സമയം അവർക്ക് കാരണമാകുന്നു. എങ്കിലും പൊതുവെ അല്പമൊക്കെ തന്നെ നല്ല അനുഭവങ്ങൾ ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്. ഇവരും വിശേഷേണ അവരവരുടെ പരദേവതകളെ നന്നായി ഭജിക്കുക. കുടുംബക്ഷേത്രമുള്ളവർ തീർച്ചയായും ജന്മ നക്ഷത്രത്തിന് കുടുംബക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ശ്രീസൂക്ത പുഷ്പാഞ്ജലി ഇത് കഴിക്കുക. ജന്മനക്ഷത്രങ്ങൾ തോറും പക്കപ്പിറന്നാൾ എന്നൊക്കെ പറയും. എല്ലാ മാസവും അവരവരുടെ ജന്മനക്ഷത്രത്തിന് വരുന്നതാണ് പക്കപ്പിറന്നാളുകൾ. അശ്വതിക്ക് ജനിച്ച ആൾ എല്ലാ മാസവും അശ്വതിക്ക്, രോഹിണിക്ക് ജനിച്ച ആൾ എല്ലാ മാസവും രോഹിണിക്ക്, ഉത്രട്ടാതിക്ക് ജനിച്ച ആൾ എല്ലാ മാസവും ഉത്രട്ടാതി. ഇത് പക്കപ്പിറന്നാളാണ്. അപ്പോൾ 12 മാസവും നമ്മുടെ നക്ഷത്രം നമ്മൾ നോക്കി വെക്കണം. ആ ദിവസം ഗണപതി ഹോമം കഴിക്കുന്നതും വളരെ വിശേഷമാണ്. അത് തൊട്ടടുത്ത ക്ഷേത്രങ്ങൾ, പരദേവതാ ക്ഷേത്രം അടുത്താണെങ്കിൽ പരദേവതയ്ക്ക് കഴിക്കുന്നതാണ് വളരെ വിശേഷം. അല്ലെങ്കിൽ ദേശക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ ദേശദേവനെ അനുകൂലിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചാലും മതി, ഏറെ വിശേഷം നൽകും.
പക്കപ്പിറന്നാളിനെങ്കിലും അവരവരുടെ കുടുംബദേവതയെ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. ജൂലൈ മാസം ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇടവക്കൂറുകാർക്ക് ലഭിക്കുക. ഇനി മിഥുനക്കൂറ്. മകീര്യത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദ്ധത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ അത്രേ മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ പ്രധാനമായും ലഗ്നത്തിൽ ആദിത്യ, ബുധൻ, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങൾ, 3-ൽ കുജനും കേതുവും, 9-ൽ രാഹുവും, 10-ൽ ശനിയും, 11-ൽ ശുക്രനും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഏറെ വരാവുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. യാത്രകളൊക്കെ തന്നെ ധാരാളമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ആനുകൂല്യം. തൊഴിൽ മേഖലകളിലൊക്കെ തന്നെ നല്ല മെച്ചപ്പെടലുകൾ ഉണ്ടാവാം. എങ്കിലും കൂട്ടുകെട്ടുകൾ, പാർട്ട്ണർഷിപ്പ് ഡീഡുകളിൽ നിന്നൊക്കെ അല്പമൊക്കെ ചില വ്യസനാനുഭവങ്ങൾ, പരാജയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മിഥുനക്കൂറുകാർ ഈ സമയത്ത് വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിചാരിതമായി ഉണ്ടാവുന്ന ചില നഷ്ടങ്ങളെ കൊണ്ട് ദുഃഖം അനുഭവിക്കാൻ ഇടയാകുന്ന ഈ കാലഘട്ടം വളരെയേറെ ശ്രദ്ധയോടുകൂടി നീക്കങ്ങൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. എങ്കിലും ധനപരമായ ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഗൃഹത്തിൽ നിന്ന് മുൻപ് ലഭിക്കേണ്ടതായ ധനമെല്ലാം തന്നെ ലഭിക്കാൻ, അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രതിബന്ധമായി പോയിട്ടുള്ള ചില ധനപരമായ നേട്ടങ്ങളൊക്കെ തന്നെ അത് വീണ്ടും സ്വീകരിക്കാനായി പറ്റുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രങ്ങളായ ഒരു കാലഘട്ടമാണ് പൊതുവെ മിഥുനക്കൂറുകാർക്ക് പറയാനുള്ളത്. സർപ്പാരാധന ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാർ ഈ സമയത്ത്. ഇപ്പോഴുള്ള പ്രതികൂല സമയത്തെയൊക്കെ മാറ്റാൻ വിശേഷമായിട്ട് നാഗപഞ്ചമി വിശേഷമൊക്കെ വരുന്നുണ്ട് ജൂലൈ മാസം 29-ന്. മറ്റൊരു വീഡിയോയിൽ നാം അതിനെക്കുറിച്ചെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ, അല്ലെങ്കിൽ ആയില്യം നക്ഷത്രം തൊട്ടടുത്ത സർപ്പസങ്കേതത്തിൽ 100 പാലും വഴിപാട് കഴിക്കുക. അത് വിശേഷമാണ്. സർപ്പങ്ങളെ പൂജിക്കുക, ആരാധിക്കുക, സർപ്പസങ്കേതങ്ങളിൽ പൂജയ്ക്ക് നൽകുക. ശിവക്ഷേത്രത്തിൽ സർപ്പാരാധനയുണ്ടെങ്കിൽ അവിടുത്തെ സർപ്പക്കാവിൽ 100 പാലും വഴിപാട് നൽകണത്, ആയില്യത്തിന് ആയില്യപൂജ വഴിപാട് കഴിക്കണതൊക്കെ മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഒട്ടനവധിയായ അനുകൂലാവസ്ഥകൾ നൽകാൻ കാരണമാകും. കർക്കിടക കൂറുകാര് പുണർദ്ധത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാര്. ഇവരെ സംബന്ധിച്ച് 2-ൽ കുജനും കേതുവും, അഷ്ടമത്തിൽ രാഹുവും, 9-ൽ ശനിയും, 10-ൽ ശുക്രനും, 12-ൽ ആദിത്യ, ബുധനും, വ്യാഴനും ആണ് ഗ്രഹനില. കർക്കിടക കൂറുകാർ സാമ്പത്തികമായി വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. ചിലവുകളൊക്കെ തന്നെ ധാരാളമായി വരും. അപ്രതീക്ഷിതമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നുള്ള പല ചിലവുകളും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് പല പാളിച്ചകളും ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ള ഒരു കാലഘട്ടം അത്ര ഇത്. മനോവിചാരമില്ലാതെ എടുത്തു ചാടുന്ന പല വിഷയങ്ങളിൽ നിന്നും അബദ്ധങ്ങൾ ഭവിക്കാൻ കാരണമായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. വളരെയേറെ ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവർക്ക്. ചെറിയ രീതിയിലുള്ള രോഗ ദുരിതങ്ങളെ കൊണ്ട് ധനമൊക്കെ നഷ്ടമാവാനും ഹോസ്പിറ്റലൈസ്ഡ് ആവാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ആരോഗ്യം വളരെയേറെ പല പകർച്ചവ്യാധികൾ ഉള്ള ഒരു കാലഘട്ടവും കൂടിയാണല്ലോ പൊതുവെ ഈ മഴക്കാലമൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അവരെ സംബന്ധിച്ച്. ജന്തുക്കളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ആപത്തുകൾ സംഭവ്യമാവുന്ന ഒരു കാലഘട്ടമാണ്. മഹാവിഷ്ണുവിനെ വളരെയേറെ ധ്യാനിക്കേണ്ട, ദൈവാധീനത്തിനായിട്ട് ഗുരുവായൂരപ്പനെ തന്നെ ഭജിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം വളരെ ആവശ്യമാണ് ഈ കുറുകാർക്ക് ഈ സമയത്ത്. ഇനി ഗുരുവായൂർ പോകാൻ സാധിച്ചില്ലാച്ചാൽ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച, 30 വ്യാഴാഴ്ച പാൽപ്പായസം, തൃക്കൈ വെണ്ണ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ തുളസിമാല ഒക്കെ കഴിച്ചു വരുന്നത് വളരെ ആനുകൂല്യമാണ്. അവരവരുടെ ഗൃഹങ്ങളിലിരുന്ന് വ്യാഴാഴ്ചയെങ്കിലും രാവിലെ അല്പനേരം, സമയമില്ലാത്തൊരു വൈകുന്നേരമെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കണത് കർക്കിടക കൂറുകാർക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തമാവാനുള്ള വലിയൊരു മാർഗ്ഗം. സഹസ്രനാമജപം വളരെ വിശേഷ. ഭാഗവത പാരായണം കേൾക്കുക, കൃഷ്ണാവതാരം കേൾക്കുക, വായിക്കുക, ഭഗവത്ഗീതാദി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വിശേഷമാണ്. നാരായണ കവചമന്ത്രം ഈ സമയത്ത് ജപിക്കുക.
വിഷ്ണു ഭുജംഗ പ്രത്യയം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഈ സമയത്ത് ജപിക്കുന്നതും കർക്കിടക കൂറുകാർക്ക് ഈ മാസം വന്നു ചേരാവുന്ന പലതരത്തിലുള്ള രോഗ അരിഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തമാവാനുള്ള മാർഗ്ഗമാണ്. വായിക്കാൻ അറിയില്ല വെച്ചാൽ എല്ലാം ഓൺലൈനിൽ ലഭ്യമാണ്. അല്പനേരമെങ്കിലും അത് സന്ധ്യയ്ക്കോ വിളക്ക് തെളിയിക്കണ നേരമെങ്കിലും അല്പനേരം ഇരുന്നത് കേട്ട് ഈശ്വരനാമങ്ങൾ ജപിച്ചിരിക്കുകയെങ്കിൽ ദോഷബലത്തിന്റെ ആധിക്യം നന്നേ കുറയുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈശ്വര ഭജനം അത്രേ ദുഃഖങ്ങളിൽ നിന്ന് മുക്തമാവാനുള്ള മാർഗം. തീർച്ചയായും കർക്കിടക കൂറുകാർ അല്പമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ജൂലൈ മാസം. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രത്തിന്റെ ഒന്നാം പാദം എന്നിവ വരണു. അവരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി ലഗ്നത്തിൽ കുജൻ, കേതു എന്നിവരും 7-ൽ രാഹുവും, അഷ്ടമത്തിൽ ശനിയും, 9-ൽ ശുക്രനും, 11-ൽ ആദിത്യ, ബുധൻ, വ്യാഴം എന്നിവരും ഒക്കെയാണ് അവരുടെ ഗ്രഹനില ഈ സമയത്ത്. അല്പമൊക്കെ തന്നെ ആനുകൂല്യങ്ങളുള്ള ഒരു സമയം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ മാസം എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്ഥാനക്കയറ്റൊക്കെ ഉണ്ടാവാനും ഇപ്പോഴുള്ള ജോലി ചെയ്യുന്ന പ്രമോഷൻ അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ വ്യവഹാര മേഖലകളിലൊക്കെ തന്നെ പുതിയ ചില മാറ്റങ്ങൾ, പുതിയ ഇന്നോവേഷൻസ്, ബിസിനസ് മേഖലയിൽ ഓണ്ടർപ്രണർഷിപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പുതിയ ചില ഇന്നോവേഷൻസ് ബിസിനസ്സിൽ, മറ്റ് സാങ്കേതിക വിദ്യാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പുതുമയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യാനും അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടപ്പിലാക്കാനും അതിൽ നിന്നൊക്കെ ലാഭം അല്ലെങ്കിൽ ഏറെ നല്ല വിജയം ഒക്കെ കൈവരിക്കാനും പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അവരെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും പുത്രപൗത്രാദികളിൽ നിന്നും ഒക്കെ തന്നെ ഗുണങ്ങളും നല്ല സ്നേഹബന്ധങ്ങൾ, സൗഹൃദങ്ങളിൽ നിന്നൊക്കെ കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ഒക്കെ ധാരാളമായിട്ട് കിട്ടാനുള്ള ഒരു സമയമാണ്. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സാന്നിധ്യം, അവരും ഒന്നിച്ചുള്ള യാത്രകൾ, അതൊക്കെ ധാരാളം നടത്താനും മനസ്സിന് ഏറെക്കുറെയൊക്കെ തന്നെ കുറച്ച് സന്തോഷവും ശാന്തിയും സുഖാനുഭവങ്ങളെയും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. ഭൂമി സംബന്ധമായ ഇടപാട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അല്പമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കായികപൂരത്തോടുകൂടി പ്രവർത്തിച്ചാൽ അതിൽ നിന്നൊക്കെ നല്ല ലാഭം ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. വിവാഹം ആലോചിച്ചിരിക്കുന്നവർക്ക്, തൊഴിൽ മേഖലകൾ, പുതിയ മേഖല പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ആനുകൂല്യങ്ങളായിട്ടുള്ള മറുപടികൾ കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവർ. എങ്കിൽ തന്നെയും ശാസ്താവിനെ ഭജിക്കുക, ശനിയാഴ്ചകൾ തോറും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകളൊക്കെ ശാസ്താവിന് നേരുന്നത് ഈ സമയം കുറച്ചുകൂടെ ആനുകൂല്യമാവാനും എന്തെങ്കിലുമൊക്കെ ദോഷഫലം ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും വളരെ വിശേഷമാണ്. ശബരിമല ദർശനം ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഭഗവാനെ ദർശിക്കുന്നത് വളരെ പുണ്യമാണ്. അതുപോലെ കറുത്ത വസ്ത്രം ദാനം ചെയ്യണത് ഈ സമയത്ത് വളരെ ആനുകൂല്യങ്ങളെ ഉണ്ടാക്കും. ശാസ്ത്രഭജനം ഈ ചിങ്ങക്കൂറുകാർ ഈ മാസം ചെയ്യുന്നത് വളരെയേറെ ആനുകൂല്യമാണ്. പൊതുവെ നല്ല ഫലങ്ങൾ അത്രേ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം. ഇനി കന്നിക്കൂറിലേക്ക് വരുമ്പോൾ ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ അത്രേ കന്നിക്കൂറ്. അവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് 6-ൽ രാഹു, 7-ൽ ശനി, അഷ്ടമത്തിൽ ശുക്രൻ, 10-ൽ ആദിത്യ, ബുധൻ, വ്യാഴം എന്നിവരും 12-ൽ കുജനും കേതുവും അത്രേ സ്ഥിതി ചെയ്യണു. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും അല്പമൊക്കെ തന്നെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത്. തൊഴിൽ രംഗങ്ങളിലും കർമ്മ മേഖലകളിലുമൊക്കെ തന്നെ നന്മകൾ ധാരാളമായിട്ട് ഉണ്ടാവും. എങ്കിൽ തന്നെയും ആരോഗ്യസ്ഥിതി അല്പം കൂടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അവരെ സംബന്ധിച്ച്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് വാക്കുകൾ പിഴച്ചു പോകുന്നത് കൊണ്ട് അല്പമൊക്കെ അപവാദങ്ങൾ കേൾക്കാൻ ഇടയായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതിലൂടെ ചിലപ്പോൾ ചില മംഗളങ്ങളൊക്കെ തടസ്സമായിട്ട് വരാം. നമുക്ക് അനുകൂലം എന്ന് ധരിച്ചിരുന്ന വിഷയങ്ങളൊക്കെ ചിലപ്പോൾ പ്രതികൂലമാവാം. അതുകൊണ്ട് വാക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ജൂൺ മാസത്തിൽ കന്നിക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. വാക്ക് സംബന്ധങ്ങളായ ദോഷങ്ങൾ കൊണ്ട് ആനുകൂല്യങ്ങൾ പോകും എന്നുള്ളത് മാത്രമല്ല, ഭാവിയിലുള്ള ശ്രേയസ്സുകളെ പോലും അത് തരണം ചെയ്യും. എങ്കിലും നല്ല യാത്രകളൊക്കെ തന്നെ സാധ്യമാവുന്നൊരു സമയമാണ്. വ്യാപാര വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ. ഇനി അക്കാഡമിക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ പുതിയ മേഖലകളിലേക്ക് കടക്കാനും അക്കാഡമിക്സിൽ പുതിയ സങ്കേതങ്ങൾ വെട്ടിപ്പിടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഗൃഹകാര്യങ്ങളിൽ അല്പമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഫാമിലി സംബന്ധമായിട്ട് ചില അനിഷ്ടങ്ങളൊക്കെ വരാനും ഈ സമയത്ത് സാധ്യതയുണ്ട്.
ആയതിന് ശിവഭജനം വളരെയേറെ ആനുകൂല്യം ആയിട്ട് അവർക്ക് ഭവിക്കും. ദമ്പതികൾ തമ്മിൽ ചിലപ്പോൾ കലഹങ്ങൾ ഉണ്ടാവാനും അനിഷ്ടങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണമുള്ള ഒരു സമയം ആയതുകൊണ്ട് തീർച്ചയായും ഇവരെ ശിവഭജനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. ഭാഗവത്തിലെ വളരെ വിശേഷമായിട്ടുള്ള കർഹിജിത് അധ്യായം, ദശമസ്കന്ധത്തിലെ 60-ാമത്തെ അധ്യായം കർഹിജിത് ഭവനത്തിലിരുന്ന് വായിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ സമയത്ത് ധാരാളം ആനുകൂല്യങ്ങളെ അത് കൊണ്ടുതരും. അതുപോലെ തന്നെ ശിവന് ധാര, പിൻവിളക്ക്, മാല എന്നീ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ വിശേഷമാണ്. ശിവക്ഷേത്രങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് പോയിട്ട് തിങ്കളാഴ്ച ദർശനം നടത്തുക. പ്രദോഷ ദിവസമാണെങ്കിൽ തൊട്ടടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പ്രദോഷം ഒന്ന് അന്വേഷിക്കുക. ത്രയോദശിക്കാണല്ലോ പ്രദോഷം വരിക. വെളുത്തതും കറുത്തതുമായ ത്രയോദശികളൊക്കെ പ്രദോഷമാണ്. ഏകാദശി കഴിഞ്ഞാൽ അടുത്തതിൻ്റെ അടുത്ത ദിവസം, പിറ്റേ ദിവസം ദ്വാദശി, അടുത്ത ത്രയോദശി. ത്രയോദശിയാണ് സാധാരണ പ്രദോഷമായിട്ട് കൽപ്പിക്കുക നമ്മൾ. അപ്പോൾ ഏകാദശി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം എപ്പോഴും പ്രദോഷമാണ്. കറുത്തവാവിനും വെളുത്തവാവിനും ഒക്കെ 2 ദിവസം മുമ്പാണ് പ്രദോഷം എന്ന് ഓർത്താലും എളുപ്പമുണ്ടാകും. 15-ാം ദിവസമാണല്ലോ കർത്താവും വെളുത്താവും വരിക. അപ്പോൾ 2 ദിവസമോ പ്രദോഷം, ഇങ്ങനെയാണ് പ്രദോഷം കണക്ക് കൂട്ടുക. ആ പ്രദോഷ ദിവസങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ശിവപാർവതി ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ദാമ്പത്യ ബന്ധങ്ങളൊക്കെ അനുകൂല്യത്തിൽ വരാൻ കാരണമുണ്ട്. പ്രത്യേകിച്ച് കന്നിക്കൂറുകാർ വാക്ക് സംബന്ധമായ ദോഷം കൊണ്ട് ദാമ്പത്യ സംബന്ധമായ ദുരിതങ്ങൾ ഉണ്ടാവുമെങ്കിൽ പ്രദോഷ ദിവസം ഒരുമിച്ച് എന്ന സായങ്കാലത്തിൽ ശിവപാർവതി ദർശനം ചെയ്യുന്നതും അവർക്ക് വളരെയേറെ ആനുകൂല്യങ്ങളെ നൽകും എന്നുള്ളതിൽ സംശയമില്ല. ശിവഭജനം ചെയ്യുക, പാർവതി ഭജനം ചെയ്യുക. ഭാഗവത്തിലെ 60-ാമത്തെ 90-ാമത്തെ സ്കന്ധത്തിലെ 60-ാമത്തെ അധ്യായം കർഹിജിത് വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ വിശേഷമാണ്. ഈ സമയത്തെ ദുഃഖദുരിതങ്ങളിൽ നിന്ന് മുക്തമാവാൻ ഏറെ നല്ല ഒരു ഭജനമാണ് ശിവഭജനം. ഇത് കന്നിക്കൂറുകാർക്ക്. ഇനി തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിത്രയുടെ 3ഉം 4ഉം പാദങ്ങൾ, ചോതിയും വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ അത്രേ തുലാക്കൂറ്. അവരുടെ ഗൃഹസ്ഥിതി അനുസരിച്ച് 5-ൽ രാഹുവും 6-ൽ ശനിയും 7-ൽ ശുക്രനും 9-ൽ ആദിത്യ ബുധ വ്യാഴവും 11-ൽ കുജനും കേതുവുമാണ് നിൽക്കുന്നത്. ആയതുകൊണ്ട് അല്പമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അത്ര കണ്ട് അനുകൂലം എന്ന് പറയാൻ സാധിക്കില്ല. വാദസംബന്ധങ്ങളായ രോഗമുള്ളവർക്ക് രോഗമൊക്കെ മൂർച്ഛിക്കാൻ കാരണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മക്കളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ടൊക്കെ ഏറെ വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു കാലത്ര ഇത്. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വളരെ കണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കോപം അനിയന്ത്രിതമാവുമ്പോൾ കോ വർക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ നിന്ന്, സബോർഡിനേറ്റ്സിൽ നിന്ന് ഒക്കെ നമുക്ക് അനുകൂലമല്ലാത്ത ചില അവസ്ഥകൾ സംഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരു കാലഘട്ടം അത്ര. അതെ, കൂടെ നിൽക്കുന്നവരുടെ സഹകരണക്കുറവ് മൂലം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ സാധാരണ ഉണ്ടാവുന്ന അത്രയും തന്നെ ഒരു വരുമാനം ഉണ്ടാവാത്തൊരു കാലഘട്ടം കൂടിയാണിത്. അതുകൊണ്ട് വ്യാപാരമൊക്കെ തന്നെ മന്ദീഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പൊതുവേ വ്യാപാരമൊക്കെ തന്നെ മന്ദീഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടം അത്ര ഇത്. ഈ കാലഘട്ടം പ്രത്യേകിച്ച് തുലാക്കൂറുകാർ വളരെയേറെ ശ്രദ്ധിക്കണം. അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ, മനസ്സിൻ്റെ സ്ട്രെസ്സ് ഒക്കെ കാരണവും തൊഴിൽ മേഖലയിൽ വളരെയേറെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി അതിൽ തൊഴിലിലൂടെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഗൃഹപരമായ വലിയ ദോഷങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ കുറച്ചൊക്കെ സ്വസ്ഥത ഉണ്ടാവും, ശാന്തിയും സുഖമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വലിയ വിഷമങ്ങളൊന്നും പറയാൻ കാര്യമില്ല. എങ്കിലും വാഹനം, മൃഗം, ജന്തു സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ, മൃഗങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ധനനഷ്ടം ഉണ്ടാവാൻ, പശുപരിപാലനം അല്ലെങ്കിൽ ഫാം, കാറ്റിൽ അങ്ങനെയായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് മുഖേന നഷ്ടം ഉണ്ടാവാൻ, വ്യാപാര സംബന്ധമായിട്ട് പ്രത്യേകിച്ച് വാഹന സംബന്ധമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വാഹനങ്ങളിൽ നിന്നൊക്കെ ചെറിയ ആപത്തുകളൊക്കെ സംഭവിക്കാനും അവർക്ക് കാരണമുണ്ട്. വിശേഷേണ ഇവർ ഷൺമുഖസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, മുരുകനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ആനുകൂല്യങ്ങളെ കൊണ്ടുതരുന്ന ഒരു കാലഘട്ടമാണ് ഇത്. മുരുകപ്രീതി, തൊട്ടടുത്ത് ഷൺമുഖ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ, മുരുകൻ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ഭഗവാന് പഞ്ചാമൃതം വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ക്ഷീരധാര മുരുകന് പാലുകൊണ്ട് അഭിഷേകം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ വിശേഷമാണ്. ചൊവ്വാഴ്ച മുരുകന് വളരെ വിശേഷമായിട്ടുള്ള ദിവസമാണ്. തുലാക്കൂറുകാർ പറ്റുമെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ സന്നിധി അടുത്തുണ്ടെങ്കിൽ ശുദ്ധമായ പശുവിൻ്റെ പാല് ഒരു പാത്രത്തിൽ വാങ്ങി നേരിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നൽകാൻ പറ്റുമെങ്കിൽ അത് മുരുക സന്നിധിയിൽ ചെന്ന് ഭഗവാന്റെ താരക ബ്രഹ്മനാമമായിട്ടുള്ളതായ താരക ബ്രഹ്മനാമം അയ്യപ്പസ്വാമിക്കും മുരുകനും ഒക്കെ താരക ബ്രഹ്മനാമങ്ങൾ എന്നേ പറയാനുള്ളൂ. ഓം ശരവണഭവ എന്നുള്ള ഷടാക്ഷരി നാമം, 6 അക്ഷരങ്ങളുള്ള ശരവണഭവ മന്ത്രം ജപിച്ച്
3 തവണ മുരുകക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഭഗവാന്റെ തിരുമുമ്പിൽ ആ ക്ഷീരത്തെ അഭിഷേകം ചെയ്താൽ ഏറെക്കുറെ തൊഴിൽ സംബന്ധവും കുടുംബപരവുമായിട്ടുള്ള ദോഷങ്ങളൊക്കെ തന്നെ തീർന്നു പോകും. മുരുകൻ്റെ അനുഗ്രഹം, ആറുപടൈ വീട് നായകനാണല്ലോ മുരുകൻ. പഴനിയും തിരുത്തനിയും തിരുപ്പറക്കുണ്ടവും തിരുവൻചോലയും ഒക്കെ തന്നെ മുരുകസന്നിധികളാണ്. ഒക്കെ തമിഴ് ദേശത്താണ്. നേരിട്ട് ചെന്ന് ദർശനം ചെയ്യാൻ പറ്റാത്ത ദൂരെയാണ്. പറ്റുന്നവരെ അങ്ങനെ ചെന്ന് ദർശിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത മുരുക സന്നിധികൾ ഒക്കെ ദർശിക്കുക, അല്ലെങ്കിൽ മുരുകൻ ഉപദേവതയായിട്ടുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ ഏറെക്കുറെ മുരുക സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവാം. അവിടെ ചെന്ന് ഭഗവാന് വിശേഷമായിട്ടുള്ള ഈ വഴിപാടുകൾ കഴിച്ചാലും ഇപ്പോഴുള്ള ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് അനുകൂല്യ അവസ്ഥകൾ വന്നു ചേരും. അവരും തീർച്ചയായിട്ടും രാമായണം, അതിൽ വിശേഷമായിട്ടുള്ള സുന്ദരകാന്ഡം പാരായണം ചെയ്യണതും വളരെ വിശേഷമാണ്. അല്പനേരമെങ്കിലും സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ട് സുന്ദരകാന്ഡത്തിൽ അല്പനേരം ഹനുമാൻ സ്വാമിയും കൂടെ മനസ്സിൽ ധ്യാനിച്ചിട്ട് സുന്ദരകാന്ഡത്തിലെ ആ പ്രഥമ ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതും ഇപ്പോഴുള്ള ദോഷഫലങ്ങളിൽ നിന്ന് മുക്തമാവാൻ കാരണമാവും. കാരണം ഹനുമാൻ സ്വാമിയുടെ കൃപയുണ്ടായാൽ തന്നെ ശനിയും ഒക്കെ തന്നെ വളരെ ആനുകൂല്യത്തിൽ വരും എന്നാണ് പറയുന്നത്. ശനീശ്വരനെയൊക്കെ ജയിച്ച ഒരാളും കൂടിയാണല്ലോ ഹനുമാൻ സ്വാമി. അപ്പോൾ സുന്ദരകാന്ഡത്തിലെ ഏതെങ്കിലും വിശേഷമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, നല്ലൊരു ഭാഗം വായിക്കണമെന്നേ പ്രമാണമുള്ളൂ. വായിച്ചാൽ ശനിയുടെയൊക്കെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കുറേയൊക്കെ അവർക്കും അനുഗ്രഹങ്ങൾ വന്നിരും. അറിയണവരത് വായിക്കുക, ഇല്ലാത്തവരതൊക്കെ ഓഡിയോ ആയിട്ടൊക്കെ കിട്ടാനുണ്ട്. കുറച്ചു നേരം സന്ധ്യ കഴിഞ്ഞിട്ടിരുന്ന നേരത്ത് അല്പനേരമൊക്കെ അതൊക്കെ കേട്ടിരിക്കണതും ഇപ്പോഴുള്ള ദോഷഫലങ്ങളിൽ നിന്ന് ഒക്കെ മാറി കുറച്ചൊക്കെ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരാനും ഈ വിധം പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം അത്രേ തുലാക്കൂറുകാർ ഈ സമയം. അടുത്തത് വൃശ്ചികക്കൂറിലേക്ക് വരുമ്പോൾ വിശാഖത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ അത്രേ വൃശ്ചികക്കൂറ്. ഇവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് 4-ൽ രാഹു, 5-ൽ ശനി, 6-ൽ ശുക്രനും, അഷ്ടമത്തിൽ ആദിത്യ ബുധ വ്യാഴവും, 10-ൽ കുജനും കേതുവും അത്രേ ഗ്രഹനില. സാമ്പത്തികമായിട്ടൊക്കെ തന്നെ അല്പം നേട്ടമുള്ള ഒരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു സമയം. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം തൊഴിൽ മേഖലയിൽ അതിയായ മാത്സര്യങ്ങൾ, കോമ്പറ്റീഷൻസ് ഒക്കെ ധാരാളം ഉണ്ടാവാനുള്ളൊരു കാലഘട്ടമാണ്. വളരെയേറെ പൊരുതി നിന്ന് മത്സരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയം. അപ്പോൾ മത്സര്യ ബുദ്ധിയൊക്കെ വരുമ്പോൾ അല്പമൊക്കെ ശത്രു ഭയങ്ങളൊക്കെ വർദ്ധിക്കാനുള്ളൊരു കാലഘട്ടമാണ്. കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നൊക്കെ തന്നെ ചില അപവാദങ്ങൾ ഒക്കെ തന്നെ കേൾക്കാൻ കാരണമായിട്ടുള്ള സമയമാണ്. എങ്കിൽ തന്നെ അതിനെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കണം. എങ്കിലും ഉപേക്ഷിച്ച ധനമൊക്കെ തിരിച്ചു കിട്ടാൻ കാരണമായിട്ടുള്ള ഒരു സമയമാണ് ഈ വൃശ്ചികക്കൂറുകാർക്ക് ഈ സമയം എന്നുള്ളതിൽ സംശയമില്ല. ഈ മേൽപ്പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ശത്രു ഭയങ്ങളൊക്കെ കൊണ്ട് കുറച്ചൊക്കെ മനക്ലേശങ്ങളൊക്കെ ധാരാളം വരാൻ കാരണമായിട്ടുള്ള സമയമാണ്. അനാവശ്യ തർക്കങ്ങളിലൊന്നും പോയി ഇടപെടരുത്. അതൊക്കെ ധാരാളം അപവാദങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറുകാർക്ക് ജൂലൈ മാസം. കൊണ്ട് വാക്കൊക്കെ വളരെ ശ്രദ്ധിക്കുക. പുതിയ എഗ്രിമെൻറ്റുകൾ, ഡീഡുകളിലൊന്നും കാര്യമായിട്ട് കടന്നുകൂടാതിരിക്കുന്നതാണ് ഈ സമയത്ത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നല്ലത്. അതൊക്കെ ചിലപ്പോൾ അപജയങ്ങളിലേക്ക് വന്നു ചേരും. ധാരാളം നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ട സമയമാണെങ്കിൽ തന്നെയും അശ്രദ്ധ മൂലം ധാരാളം തരത്തിലുള്ളതായ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ തന്നെ വന്നു ചേരാൻ കാരണഹേതുവായിട്ടുള്ള സമയമാണിത്. എങ്കിലും സന്താനങ്ങളിൽ നിന്നൊക്കെ തന്നെ നേട്ടം, വിദേശയാത്രകൾ, ദൂരയാത്രകൾ ഒക്കെ തന്നെ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. ഓണ്ടർപ്രണേഴ്സിന്, വ്യാപാരികൾക്ക്, വ്യവസായികൾക്കൊക്കെ തന്നെ പുതിയ മേഖലകൾ കണ്ടുപിടിക്കാവുന്നൊരു സമയമാണ്. പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ, പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പഠന മേഖലയിൽ, അക്കാഡമിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കോഴ്സുകൾ ഒക്കെ തന്നെ സ്വീകരിക്കാവുന്ന ഒരു സമയമാണ്. പ്രൊമോഷൻ ഒക്കെ തന്നെ ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്കും അതിശ്രേഷ്ഠമായ ഒരു സമയമാണ്. ശിവഭജനം കൂടെ ചെയ്യുകിൽ ഇപ്പോഴുള്ള ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് ഏറെക്കുറെ ദുഃഖങ്ങളിൽ ഒക്കെ മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും ശിവന് ധാര കഴിപ്പിക്കുക, കൂവളമാല കഴിപ്പിക്കുക വളരെ വിശേഷമാണ്. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പറ്റിയാൽ സാധിക്കുന്നവർ അല്പമൊക്കെ കൂവളം ഇല, 3 ചേരുമ്പോഴാണല്ലോ കൂവളം പൂർണ്ണമാവുന്നത്. ശിവൻ്റെ ത്രിനേത്രങ്ങൾ എന്നുള്ള സങ്കല്പമാണ്. മുകളിലേക്കും 2 വശങ്ങളിലായി നിൽക്കുന്ന കൂവള ഇല, അതാണ് ഭഗവാൻ അർച്ചിക്കേണ്ടത്. പറ്റുമെങ്കിൽ 24 കൂവള ഇല പറിച്ച്, അല്ലെങ്കിൽ 51, സാധിക്കുമെങ്കിൽ 108, ഏറ്റവും ചുരുങ്ങിയത് 24എങ്കിലും കൂവളത്തിൽ 3 ചേർന്നത് 1. സ്വന്തം കൈകൊണ്ട് തൊട്ടടുത്തുള്ള വില്ലോ മരം ഉണ്ടെങ്കിൽ അവിടുന്ന് വലിച്ച് അതിൽ അശുദ്ധികളൊന്നും ആവാതെ കണ്ട് ഓം നമഃശിവായ ജപിച്ച് ശിവക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം ചെയ്ത്, പൂർണ്ണ പ്രദക്ഷിണം ഇല്ല ശിവക്ഷേത്രങ്ങളിൽ, സോമരേഖ വരെ പോയി വടക്കോട്ട് പോയി തിരിച്ചു വന്നിട്ടുള്ള പ്രദക്ഷിണമാണ്. സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ 3 തവണ പ്രദക്ഷിണമായി വന്ന്
ഭഗവാന്റെ തിരുമുമ്പിലായി വെച്ചുകൊണ്ട് പൂജാസമയത്ത് ആ കൂവളയില കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായും അനവധിയായ ആനുകൂല്യം അവർക്ക് വന്നു തരും. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്, വലിയ ചിലവൊന്നും ഇല്ലാതെ. എല്ലാവർക്കും സാധ്യമല്ല, നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർ, ഫ്ലാറ്റിൽ വിദേശത്തും താമസിക്കുന്നവർക്ക് അത് സാധ്യമല്ല. അവരവരുടെ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഈ രീതിയിൽ എന്താണോ അവിടെ സാധ്യമാവുക അത് പറയുക. അല്ലെങ്കിൽ നാട്ടിൽ സൗകര്യമുള്ളവർക്കാണ് ഈ രീതിയിലുള്ള ചടങ്ങ് പറഞ്ഞത്. അല്ലാത്തവർ കൂവളമാല അവിടെ റിസീറ്റ് ചെയ്താലും മതി, അതവിടെ നിർവഹിക്കും. അല്ലാത്തവർ ഈ രീതിയിൽ അല്പം കൂവളം എടുത്ത് പ്രാർത്ഥിച്ച് നമഃശിവായ ജപിച്ചാൽ തീർച്ചയായും ആനുകൂല്യങ്ങൾ വന്നു ചേരും. ഇനി അതിനും സാധിക്കാത്തവർ അതിവിശേഷമായ ശിവക്ഷമാപണ സ്തോത്രം എന്ന് പറയുന്ന വിശേഷമായ കൃതിയുണ്ട്. ആ ശിവക്ഷമാപണ സ്തോത്രം ജപിച്ച് ശിവപ്രീതി നേടിയാലും മതി. അതും വളരെ വലിയ ആനുകൂല്യങ്ങളെയൊക്കെ തന്നെ വന്നു ചേരും. കൊട്ടിയൂർ ദർശനമൊക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. കൊട്ടിയൂർ പെരുമാളിനെ ദർശിച്ചാലും ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വന്നു ചേരും. വൈക്കത്തോ ഏറ്റുമാനൂരോ ഒക്കെ പോയി ദർശനം ചെയ്യണതും അനവധിയായ ആനുകൂല്യങ്ങളെ വന്നു ചേരും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ സമയമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി ഈ ജൂലൈ മാസം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദാത്രേ ധനുക്കൂറ്. അവരുടെ ഗ്രഹസ്ഥിതിയെ പരിശോധിച്ചാൽ 3-ൽ രാഹുവും 4-ൽ ശനിയും 5-ൽ ശുക്രനും 7-ൽ ആദിത്യബുധ വ്യാഴഗ്രഹങ്ങളും 9-ൽ കുജനും നിൽക്കുന്ന ഒരു കാലഘട്ടത്രേ ധനുക്കൂറിന് ഈ ജൂലൈ മാസം. ധാരാളം ചിലവുകൾ, നേരത്തെ പറഞ്ഞതുമാതിരിയുള്ള അനാവശ്യ ചിലവുകളിലൂടെ ധനമൊക്കെ നഷ്ടമാവാൻ കാരണമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. കൃത്യമായ ആസൂത്രണം ഇല്ലാതെ, വെൽ പ്ലാനിങ് ഇല്ലാതെ കണ്ട് കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതൊക്കെ തന്നെ പാളിച്ചകളാവാനും പരാജയങ്ങളാവാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഇത്. എങ്കിൽ തന്നെയും പൊതുവെ മനസ്സിന് അല്പമൊക്കെ സ്വസ്ഥതയും ശാന്തിയും മനസ്സമാധാനവും, ഗൃഹപരമായി കുടുംബത്തിൽ ശാന്തിയും സുഖവും സ്വസ്ഥയും നല്ല ബന്ധങ്ങളുമൊക്കെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു സമയമാണ്. പ്രായോഗിക ബുദ്ധി കൊണ്ട് ചില ആപത്തുകളിൽ നിന്ന് വളരെ വിദഗ്ധമായി രക്ഷപ്പെടാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് പൊതുവെ ഈ സമയം. ബന്ധുജനങ്ങളിൽ നിന്ന്, മിത്രങ്ങളിൽ നിന്ന് അനവധിയായ ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ടു പോയി എന്ന് ധരിച്ചിരുന്നതായ പല നേട്ടങ്ങളും ഒക്കെ തന്നെ തിരിച്ചു വരുന്ന ഒരു സമയവുമാണ് ഇത്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കണവർ, പുതിയ ജോലി മേഖലകളിൽ ശ്രദ്ധിക്കണവർ, ട്രാൻസ്ഫറിനായിട്ട്, പ്രൊമോഷനായിട്ട് ശ്രമിക്കണവരൊക്കെ ശ്രമം നന്നായിട്ട് വർദ്ധിപ്പിക്കുക. ആനുകൂല്യങ്ങളായ മറുപടികൾ കിട്ടാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. ബിസിനസ് മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നവർ ഇറങ്ങി പുറപ്പെടുക. ബാങ്ക് ലോൺ സംബന്ധമായ കാര്യങ്ങൾ, പുതിയ വാഹനം വാങ്ങാനൊക്കെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ, വീട് വയ്ക്കാൻ സാമ്പത്തിക സ്രോതസ്സുകൾ നേടുന്നവർ തീർച്ചയായും ഒന്നുകൂടെ ശ്രമം ഉത്സുകമാക്കിയാൽ ആനുകൂല്യങ്ങളായ മറുപടി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും അനവധിയായ അനുഗ്രഹങ്ങൾ അവർക്ക് വന്നു ചേരും. അത്യാനുഗ്രഹത്തിൻ്റെ ഈ നേട്ടങ്ങളിലും ഏറെക്കുറെയൊക്കെ തന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും ഭദ്രകാളി പ്രീതി ചെയ്യേണ്ട ഒരു സമയമാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ സ്തുതി ഇങ്ങനെ ജപിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ദീപാരാധന സമയത്ത് ദേവീക്ഷേത്രങ്ങളിൽ, കേരളീയമായ ദേവീക്ഷേത്രങ്ങൾ ഏറെക്കുറെ ഭദ്രകാളി ക്ഷേത്രങ്ങളാണ്, സംശയമില്ല. അതുകൊണ്ട് പൊതുവെ ദേവീക്ഷേത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ആനുകൂല്യങ്ങളാണ്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവതിക്ക് 11 പ്രദക്ഷിണം ചെയ്യണത് വളരെ വിശേഷമാണ്. പട്ടും താലിയും സമർപ്പണം ദേവീക്ഷേത്രങ്ങളിൽ വളരെ വിശേഷമാണ്. പറ്റുമെങ്കിൽ അത് വാങ്ങിക്കൊണ്ടുപോയി ഈ മന്ത്രം ജപിച്ച് അമ്മയുടെ തിരുനടയിൽ ഇത് സമർപ്പിക്കുക. ഇല്ലെങ്കിൽ ക്ഷേത്ര ദേവസ്വത്തിൽ നിന്നത് വാങ്ങി ഭഗവതിക്ക് സമർപ്പിക്കാം. ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം, ഭഗവതിക്ക് കടുംപായസം കഴിക്കുക, കുങ്കുമാർച്ചന കഴിക്കുക, നെയ്വിളക്ക് കഴിക്കുക എന്നിവ ഈ സമയത്തെ ആനുകൂല്യങ്ങൾക്ക് യോഗ്യമായ സമയമാണ്. ധനുക്കൂറുകാർക്ക് ശുഭാശുഭ മിശ്രമായ ഈ കാലഘട്ടം അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മകരക്കൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം നക്ഷത്രം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ അത്രേ ഇവിടെ. ഇവരെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി 2-ൽ രാഹുവും 3-ൽ ശനിയും 4-ൽ ശുക്രനും 6-ൽ ആദിത്യബുധ വ്യാഴവും അഷ്ടമത്തിൽ കുജനും കേതുവും നിൽക്കുന്നത് അത്രേ ഗൃഹസ്ഥിതി. പുതിയ വീടിനായി ശ്രമിക്കുന്നവർ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ യോഗ്യമായ ഒരു കാലഘട്ടമാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, പുതിയ അസറ്റുകൾ ഒക്കെ തേടി വരുന്നൊരു കാലഘട്ടമാണ്. എങ്കിൽ തന്നെയും അല്പമൊക്കെ ശാരീരിക രോഗങ്ങൾ, ഒടിവ്, മുറിവ്, ചതവ്, അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടുള്ള സർജറി തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവാനും കാലഘട്ടമാണ്.
അല്പമൊക്കെ തന്നെ ആരോഗ്യപരമായി ശ്രദ്ധിക്കുക. മനസ്സിന് അസ്വസ്ഥത കാരണം ഒന്നിലും തൃപ്തിയില്ലാതെ കണ്ട പലരുമായി അനാവശ്യ വഴക്കുകൾ, അനാവശ്യ വാക്കുകൾ കൊണ്ട് ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെ വാക്കുകൾ ശ്രദ്ധിക്കുക. മനസ്സ് അസ്വസ്ഥമാവുന്ന സമയത്തിങ്കൽ ഭാഗവതാദി പുരാണങ്ങൾ ശ്രവിക്കുക. ഭഗവത്ഗീത പോലുള്ള പുണ്യ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നത് മനസ്സിൻ്റെ കുറച്ചൊക്കെ ശാന്തിക്കും സുഖത്തിനുമൊക്കെ കാരണമാവും. വിദ്യാഭ്യാസത്തിനുമൊക്കെ തന്നെ പുതിയ കോഴ്സുകൾ, പുതിയ മേഖലകളൊക്കെ തേടി പിടിക്കുന്നവർക്കൊക്കെ കുറച്ചൊക്കെ അതിൽ വൈകലുണ്ടാവാൻ കാരണഭൂതമായ സമയമാണ്. എങ്കിലും മനസ്സൊക്കെ വിഷമിക്കാതെ കണ്ട് പരിശ്രമം ചെയ്യുക. തീർച്ചയായും അതിലൂടെ ഏറെ നല്ല ആനുകൂല്യാവസ്ഥകളൊക്കെ വന്നു ചേരും. കൃഷ്ണനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ സമയം വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യങ്ങളിലൊക്കെ ചെറിയ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഭഗവാന് തൃക്കൈവെണ്ണ, തുളസിമാല, മഞ്ഞപ്പട്ട് എന്നിവ സമർപ്പിക്കുന്നത് ബഹുവിശേഷമാണ്. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സാധിക്കാത്ത ഒരു വ്യാഴാഴ്ചയെങ്കിലും ഇരുന്ന് സഹസ്രനാമം ജപിക്കുക. കൃഷ്ണമന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ആനുകൂല്യമാണ്. മഞ്ഞപ്പട്ട് കൃഷ്ണൻ നടയിൽ സമർപ്പിക്കുന്നത് ഈ സമയത്ത് ആനുകൂല്യാവസ്ഥകൾ വന്നു ചേരാൻ കാരണമാവും. വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ അല്പം തുളസിപ്പൂ പറിച്ച് കൃഷ്ണൻ്റെ നടയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധ്യമാവേണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈ മാസം വന്നു ചേരാവുന്ന അനിഷ്ട ദുഃഖങ്ങളിൽ നിന്ന് നമുക്കൊരു മുക്തി ചേരാം. കൃഷ്ണഭജനം തന്നെയാണ് ഉത്തമം. ഭാഗവത പാരായണം, ഭഗവത്ഗീതാ ശ്രവണം, കൃഷ്ണനാമങ്ങളുടെ ശ്രവണം ഒക്കെ തന്നെ, ഭാഗവത കഥകളുടെ ശ്രവണം ഒക്കെ തന്നെ ഈ സമയത്ത് ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കാരണമാണ്. ഭാഗവതം വായിക്കാൻ അറിയണവരാണെങ്കിൽ ദശമസ്കന്ധത്തിൽ കൃഷ്ണാവതാരം വായിക്കണത്, ദശമസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം കൃഷ്ണാവതാരം വായിക്കണത് ഈ സമയത്ത് ആനുകൂല്യം വന്നു ചേരും. വായിക്കാൻ അറിയാത്തവർ അത് കേൾക്കണതും വളരെയേറെ വിശേഷമാണ്. കൃഷ്ണഭജനം കൊണ്ട് തന്നെ ഈ സമയത്തെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാം. വിദ്യയിൽ വൈഷമ്യമുള്ളവർ വിദ്യാഗോപാല മന്ത്രാർച്ചന ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. വിദ്യയിൽ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ സാരസ്വതകൃതം നെയ്യ് വാങ്ങി കൃഷ്ണക്ഷേത്രത്തിൽ ജപിച്ച് അത് 11 നാൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതും വെറും വയറ്റിൽ സേവിക്കണതും ഈ സമയത്ത് വിദ്യാപരമായ പുരോഗതിക്കും യോഗ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക്. കുംഭക്കൂറിലേക്ക് വരുമ്പോൾ അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങൾ, ചതയ നക്ഷത്രം, പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ. അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ലഗ്നത്തിൽ രാഹുവും, 2-ൽ ശനിയും, 3-ൽ ശുക്രനും, 5-ൽ ആദിത്യ ബുധ വ്യാഴവും, 7-ൽ കുജനും കേതുവുമാണ് ഈ കാലഘട്ടം. ധനപരമായി ഒക്കെ തന്നെ നല്ല നേട്ടം ഉണ്ടാവുന്നൊരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക്. മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ മാത്രം ഏറെക്കുറെ നഷ്ടങ്ങൾ ഉണ്ടാവാൻ കാരണഹേതുവായ ഒരു കാലഘട്ടം അത്ര ഇത്. മാതൃ വഴിക്ക്, അമ്മയുടെ വഴിക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ളതായ നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ ഒക്കെ തന്നെ വന്നു ചേർന്ന് അതിൻ മുഖേന ആയിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരാനും കാലഘട്ടമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ തന്നെയും ഇവരെ തീർച്ചയായും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ്. ഹനുമാന്റെ അനുഗ്രഹം ഉണ്ടാവാനായിക്കൊണ്ട് ശ്രീരാമക്ഷേത്രത്തിലും ഹനുമൽ ക്ഷേത്രത്തിലുമൊക്കെ തന്നെ ദർശനം നടത്തുക. വെറ്റിലമാലയും മറ്റുമൊക്കെ ഹനുമാന് സമർപ്പിക്കുക. അത് വളരെ വിശേഷമാണ്. ശനിയാഴ്ചകളിൽ ഹനുമൽ ക്ഷേത്ര ദർശനം നടത്തി അവൽ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക. തൃപ്രയാറിലോ തൃക്കളത്തൂരിലോ ഒക്കെ ശ്രീരാമസ്വാമിക്ക് നിവേദ്യ സമർപ്പണം ചെയ്താലും ഹനുമാൻ പ്രസാദിക്കും എന്ന് പറയേണ്ട. ഹനുമാൻ ശ്രീരാമപ്രീതിയാണല്ലോ ഹനുമാൻ മുഖ്യം. കൊണ്ട് ശ്രീരാമക്ഷേത്രങ്ങളിലൊക്കെ ദർശനം ചെയ്ത് തിരുവില്ലാമല പോലുള്ള മഹാക്ഷേത്രങ്ങളൊക്കെ അവരവരുടെ അടുത്ത് യോഗ്യവും കരണീയവുമായ ക്ഷേത്രങ്ങൾ ഏതോ അവിടെ ഇരുന്ന് ഭഗവത് ഭജനം ചെയ്യണത് വളരെയേറെ വിശേഷമാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ കുംഭക്കൂറുകാർക്ക് അനവധിയായ ഐശ്വര്യാനുഗ്രഹങ്ങൾ തീർച്ചയായും ഈ സമയത്ത് ഉണ്ടാകും. മീന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പൂരുരുട്ടാതിയുടെ അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി. അവരെ സംബന്ധിച്ച് ലഗ്നത്തിൽ ശനി, 4-ൽ ആദിത്യ ബുധവ്യാഴന്മാർ, 6-ൽ നിൽക്കുന്നതായ കുചകേതുക്കൾ, 12-ലെ രാഹു. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടം അത്രേ ഈ ജൂലൈ മാസം.
വ്യാപാര സംബന്ധമായ ഏറെ പുതുമകൾ കൊണ്ടുവരാനും മാറ്റങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാനും ഉള്ളൊരു കാലഘട്ടമാണ്. എങ്കിലും ഏറെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് പല രീതിയിലുള്ള പരാജയങ്ങളും വന്നു ഭവിക്കാൻ കാരണഹേതുവായ ഒരു സമയമാണ് ഇത്. അക്കാഡമിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാനും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോഴ്സുകളിലേക്ക് ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് മാറ്റം ഒക്കെ തന്നെ ലഭിക്കുവാനും യോഗ്യവും കരണീയവുമായ സമയമാണ്. വിദേശവാസത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ ആയത് ലഭിക്കാനും ഗൃഹസംബന്ധമായ പുതിയ കാര്യങ്ങൾ ആലോചിക്കാൻ, വീട് മോടി പിടിപ്പിക്കുക, ഗൃഹനിർമ്മാണ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യാപൃതനാവാൻ യോഗ്യവും കരണീയവുമായ ഒരു സമയമാണ് ഇത്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാഹനങ്ങളിൽ നിന്ന് അപജയങ്ങൾ സംഭവിക്കാൻ, പരാജയങ്ങൾ, ആപത്തുകൾ ഒക്കെ സംഭവിക്കാൻ ഒരു കാരണമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് മീനക്കൂറുകാർ ഈ കാലഘട്ടം വളരെയേറെ ശ്രദ്ധിക്കുക. കാർഷിക മേഖലയിൽ നിന്ന് വളരെയേറെ സാമ്പത്തികമായ നഷ്ടം ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് കൃഷി സംബന്ധമായ അല്ലെങ്കിൽ പശുപരിപാലനം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതായ ഒരു സമയമാണ് ഇത്. ബിസിനസ് മേഖലയിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ, സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചു മുന്നേറിയാൽ ഏറെ ശ്രേഷ്ഠതകൾ കൈവരിക്കാവുന്ന സമയമാണ്. ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും എല്ലാം തന്നെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മനസ്സിന് സ്വസ്ഥതയും ആനന്ദവും നൽകുന്നതായ കാര്യങ്ങളിൽ മുഴുകി മനസ്സിനെ കുറച്ചുകൂടെ സ്വസ്ഥമാക്കിയാൽ, ശാന്തമാക്കിയാൽ ഈ സമയത്ത് പല രീതിയിലുള്ള അനുകൂല്യ അവസ്ഥകൾ വന്നു ചേരും എന്നുള്ളതിൽ സംശയമില്ല. അതിനായിക്കൊണ്ട് വിശേഷമായിട്ടുള്ളതായ ക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ തന്നെ ചെയ്യുക. പറ്റുമെങ്കിൽ ക്ഷേത്രക്കുളങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രക്കുളങ്ങളിൽ മുങ്ങി, അല്ലെങ്കിൽ പുഴയോ ഉത്തമമായ നദീതീരങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം മുങ്ങി 108 തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം ചെയ്താൽ ഏറെക്കുറെ മീനക്കൂറുകാർക്ക് അനുകൂല്യാവസ്ഥകൾ വന്നു ചേരാൻ യോഗ്യമായ ഒരു സമയമാണ് ഇത്. അതുപോലെ തന്നെ ഗണപതിക്ക് കറുകമാലകൾ സമർപ്പിക്കുക, നാരങ്ങമാലകൾ സമർപ്പിക്കുക, ഗണപതി ഹോമത്തിന് കൊടുക്കുക. തിങ്കളാഴ്ചകൾ തോറുമോ അവരവരുടെ ജന്മനക്ഷത്രങ്ങളിലോ ഒക്കെ തന്നെ ആ ഗണപതിയെ യഥാർത്ഥത്തിൽ ഉപാസിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ശനീശ്വര ഭജനവും വളരെയേറെ ആവശ്യമാണ്. ശനീശ്വരൻ്റെ മന്ത്രം ഓം ശനീശ്വരായ നമ എന്നിവ ശനിയാഴ്ച തോറും ജപിച്ചുകൊണ്ട് ഉപ്പും എണ്ണയുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശനിയാഴ്ചകൾ തോറും വ്രതമെടുത്താൽ അത് വളരെയേറെ ആനുകൂല്യങ്ങൾ നൽകും. ഒരു കറുത്ത വസ്ത്രം, മുണ്ടോ വേഷ്ടിയോ ഒക്കെ തന്നെ വാങ്ങി ശബരിമലയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഗുരുസ്വാമിമാർക്ക് ദാനമായി കൊടുക്കുന്നതും ഈ സമയത്ത് ശനീശ്വരൻ്റെ അനുഗ്രഹം വന്നു ചേരാനും ശനിയുടെ പ്രീതി വന്നു ചേരാനും വളരെയേറെ ആനുകൂല്യമാണ്. എന്തായാലും ശുഭാശുഭ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാർക്ക് ഈ കാലഘട്ടം. തീർച്ചയായും ഈ പറഞ്ഞ ജൂലൈ മാസ ഫലങ്ങളെല്ലാം തന്നെ പൊതുവായ ഫലങ്ങളാണ് എന്ന് ഒരു തവണ കൂടെ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവരുടെയും പൂർണ്ണമായ ശുഭാശുഭങ്ങളെ നിശ്ചയിക്കുന്നത് അവരവരുടെ ജാതകപ്രകാരം ഇപ്പോഴുള്ള ദശാകാലം ആണ്. ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തിയാൽ ഏറെക്കുറെ ഈ സമയത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വന്നു ചേരും. അതിനപ്പുറത്ത് കർമ്മഫലങ്ങൾ അത്രേ ഒരുവന് ശുഭാശുഭ വിഷയങ്ങളായിരിക്കുന്നത്. എല്ലാ ദോഷങ്ങളെയും ഈശ്വര ഭജനം കൊണ്ടും ഈശ്വര സേവ കൊണ്ടും പൂജകൾ കൊണ്ടും നാമജപങ്ങൾ കൊണ്ടും തീർച്ചയായും പരിഹരിക്കാം. എങ്കിലും കർമ്മഫലം അതത്രേ യഥാർത്ഥം. തീർച്ചയായും ഈശ്വര ഭജനം ചെയ്യുക, ഈശ്വരനാമങ്ങൾ ചെയ്യുക, ഭാഗവതാദി പുരാണങ്ങൾ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. തീർച്ചയായും ഈ ദുരിത കാലഘട്ടങ്ങളിൽ നിന്നെല്ലാം മുക്തമായി ശ്രേഷ്ഠവും അനുഗ്രഹീതവുമായ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ജൂലൈ മാസം എല്ലാവിധമായ ആനുകൂല്യങ്ങൾക്കും ഉണ്ടാവട്ടെ. എല്ലാ ദിവസവും നാമം ജപിക്കുക, സന്ധ്യാദീപം കൊളുത്തുന്നത് മുടക്കാതെ തീർച്ചയായും അവരവരുടെ ഗ്രഹങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയമെങ്കിലും അല്പനേരം ടിവിയും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഒഴിവാക്കി തീർച്ചയായും അല്പനേരം നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ഒരു വിളക്ക് കൊളുത്തി ഈ പറഞ്ഞ ദശാനാഥന്മാരെയോ
അതിന് അധിപതിമാരായ ദേവന്മാരെയോ ഭജിച്ചുകൊണ്ട് സൂര്യൻ്റെ അപഹാരകാലത്തിൽ ശിവനെയും കേതുവിൻ്റെ അപഹാരത്തിൽ ഗണപതിയെയും സർപ്പങ്ങൾക്ക് അധീശനായ ശിവനെയും വ്യാഴത്തിൻ്റെ പ്രീതിയില്ലാത്തവർ കൃഷ്ണനെയും ചൊവ്വയുടെയും മറ്റുമൊക്കെ അപ്രീതിയുള്ളവർ മുരുകനെയോ ഭദ്രയാളിയായ ഭഗവതിയെയോ ഒക്കെ തന്നെ ഭജിച്ചുകൊണ്ട് അവരുടെ നാമങ്ങൾ ജപിച്ചാൽ തീർച്ചയായും ജാതകത്തിലെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് അനുകൂലമായ ഫലങ്ങൾ ഒക്കെ തന്നെ വന്നു ചേരും. ജൂലൈ മാസം എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു സന്ദർഭത്തിൽ കാണാം. നമസ്കാരം.